അയോധ്യയിൽ ആരു പോയാലും വികാരം വ്രണപ്പെടില്ലെന്ന് സമസ്ത. നമുക്കറിയാം, ഇന്ന് സമസ്തയുടെ അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ, അതുപോലെ സമസ്തയുടെ മറ്റു നേതാക്കളും ചേർന്നുകൊണ്ട് പത്രസമ്മേളനം നടത്തിയിരുന്നു. പല വിഷയങ്ങളും പത്രക്കാർ ചോദിക്കുന്നതിനിടയിൽ അയോധ്യയിൽ കോൺഗ്രസ് പങ്കെടുക്കുന്നതിനെ വിമർശിച്ചുകൊണ്ട് സുപ്രഭാതം പത്രത്തിൽ വന്ന ഒരു വാർത്തയുടെ അല്ലെങ്കിൽ അവരുടെ എഡിറ്റോറിയൽ പേജിൽ വന്ന ലേഖനത്തെക്കുറിച്ചും ചോദിച്ചപ്പോൾ ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെ മറുപടിയായിരുന്നു ഇത്. നമുക്ക് ആദ്യം അദ്ദേഹത്തിന്റെ ആ മറുപടി ഒന്ന് കേൾക്കാം. അയോധ്യയിൽ ആര് പോയാലും വികാരം വ്രണപ്പെടില്ലെന്ന് സമസ്തയുടെ നിലപാട് പറയേണ്ടത് പത്രമല്ല, സമസ്ത തന്നെയാണെന്നും അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പറഞ്ഞു. അയോധ്യയിൽ എന്താ നമ്മൾ നയം പറയാനെന്ന്? അയോധ്യയിൽ നിന്ന് ഇപ്പോൾ ഇവിടെ പലരും പല ക്ഷേത്രങ്ങൾ ഉണ്ടാക്കുന്നു, ക്ഷേത്രം ഉദ്ഘാടനം ചെയ്യപ്പെടുന്നു. നിങ്ങൾക്ക് ഇവിടെ ഇന്ത്യ രാജ്യത്തിലെത്തി കോൺഗ്രസ് തന്നെ ആരെവിടെ പോയാലും സമുദായത്തിൻ്റെ വികാരത്തിനൊരു പ്രശ്നമില്ല. സമുദായത്തിൻ്റെ വികാരങ്ങളൊക്കെ ഞങ്ങൾ നോക്കിക്കൊണ്ട് സമസ്തകളുടെ ജമീയത്തുൽ ഉലമയുടെ പത്രം തന്നെയാണത്. പക്ഷേ ഈ എഡിറ്റർ കോളത്തിൽ വന്നതൊക്കെ സമസ്തകളുടെ ജമീയത്തുൽ ഉലമയുടെ അഭിപ്രായം എന്ന് അറിയാൻ പറ്റില്ല. സമസ്തകളുടെ ജമീയത്തുൽ ഉലമയുടെ അഭിപ്രായം ഞങ്ങൾ സമസ്തകളുടെ ജമീയത്തുൽ ഉലമയുടെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളല്ലേ പറയേണ്ടത്. ഇന്ത്യ രാജ്യമാണിതെന്നും ഇവിടെ എത്ര ക്ഷേത്രങ്ങൾ നിർമ്മിക്കുന്നുണ്ടെന്നും അവിടെയൊക്കെ ആരൊക്കെ പോയാൽ സമുദായത്തിന് എന്ത് സംഭവിക്കാനാണ്, സമുദായത്തിന്റെ വികാരത്തിന് ഒരു വ്രണപ്പെടലും സംഭവിക്കുന്നില്ല എന്നാണ് നമ്മുടെ സമസ്തയുടെ നേതാവ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ അഭിപ്രായപ്പെടുന്നത്. ഞാൻ ചോദിക്കുന്നു, ഞാനടക്കമടങ്ങുന്ന സുന്നികൾ വളരെ ആദരവോടുകൂടി കാണുന്ന ഒരു പണ്ഡിതനാണ് നമ്മുടെ ജിഫ്രി തങ്ങൾ എന്ന് പറയുന്ന ജിഫ്രി മുത്തുക്കോയ തങ്ങൾ. ഇവിടെ നമുക്കറിയാം, മറ്റു ക്ഷേത്രങ്ങൾ ഇന്ത്യയിൽ നിർമ്മിക്കപ്പെടുന്ന ഏതെങ്കിലും ഒരു പള്ളി നിർമ്മിക്കപ്പെട്ടതുപോലെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ക്ഷേത്രം നിർമ്മിക്കപ്പെട്ടതുപോലെയോ അല്ല ഈ അയോധ്യയിലെ രാമക്ഷേത്രം എന്ന് പറയുന്നത്. അവിടെ മുമ്പ് ഒരു മുസ്ലിം പള്ളി ഉണ്ടായിരുന്നു. ആ മുസ്ലിം പള്ളി BJP എന്ന ഒരു പ്രസ്ഥാനത്തിൻ്റെ അല്ലെങ്കിൽ RSSന്റെ അജണ്ടയോടുകൂടി അവിടെ രാമജന്മഭൂമിയാണെന്ന് അവർ വാദിക്കുകയും അങ്ങനെ അവരുടെ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി അവിടെ പള്ളി പൊളിക്കുകയും മുസ്ലിമീങ്ങളുടെ ആകം വികാരത്തിനെ വ്രണപ്പെടുത്തിക്കൊണ്ട് ഗുണ്ടായിസം നടപ്പിൽ വരുത്തി നിയമം കയ്യിലെടുത്തുകൊണ്ട് നമുക്കറിയാം അവിടെ ഒരു ക്ഷേത്രം നിർമ്മിക്കുകയായിരുന്നു. അങ്ങനെ ആ ക്ഷേത്രം നിർമ്മാണത്തിൽ മുസ്ലിങ്ങളൊക്കെ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ ഈ സുന്നികളടക്കം അടങ്ങുന്ന വലിയ വിഭാഗം വലിയ പ്രതീക്ഷയോടുകൂടി കാണുന്ന കോൺഗ്രസ് പങ്കെടുത്താൽ അതിലെ അപകടങ്ങളും മറ്റുമൊക്കെ ചൂണ്ടിക്കാട്ടിയായിരുന്നു സുപ്രഭാതം പത്രത്തിലെ എഡിറ്റോറിയൽ ലേഖനം വന്നത്. എന്നാൽ അതിൽ ഒന്നും സംഭവിക്കാനില്ല എന്ന്, ഒരു വികാര വ്രണപ്പെടലുമില്ലെന്നും, ആർക്കു വേണമെങ്കിലും പോകാമെന്നും അവിടെ ഉദ്ഘാടനം നടത്താമെന്നും അതിനൊന്നും ഞങ്ങൾ എതിരല്ലെന്നും, മറ്റേതോ ക്ഷേത്ര നിർമ്മാണത്തെ പറ്റിയും മറ്റേതോ സാധാരണ നടക്കുന്നത് പോലെയുള്ള ഏതോ ഒരു ക്ഷേത്രം ഉദ്ഘാടനം ചെയ്യുന്നതിനെ പറ്റിയും അഭിപ്രായം പറയുന്നത് പോലെ ജിഫ്രി തങ്ങൾ അഭിപ്രായം പറയുന്നത് കേട്ടപ്പോൾ വളരെ വിഷമം തോന്നി. ഞാൻ പറയുന്നു, ഇതിൽ സുന്നികൾക്കെന്നല്ല മുസ്ലിമീങ്ങൾ, ഇന്ത്യയിലെ ഓരോ മുസ്ലിമീങ്ങൾക്കും ഇതിൽ വികാര വ്രണപ്പെടൽ സംഭവിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നമുക്കറിയാം, ഒരുപാട് പള്ളികൾ ഇവിടെ നിർമ്മിക്കപ്പെടുന്നുണ്ട്, ഒരുപാട് ക്ഷേത്രങ്ങൾ നിർമ്മിക്കപ്പെടുന്നുണ്ട്. അതിലൊന്നും ആരെങ്കിലും ചർച്ച ചെയ്യുകയോ അതൊക്കെ മറ്റുള്ളവരെ വികാരം വ്രണപ്പെടുന്നുണ്ടെന്ന് ഏതെങ്കിലും പത്രക്കാർ ചോദിക്കുകയോ ചെയ്യുന്നുണ്ടോ? ഇല്ല. ഇവിടെ മതസൗഹാർദ്ദം നിലനിൽക്കണം എന്ന് നമുക്കറിയാം. മതസൗഹാർദ്ദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും ക്ഷേത്രം തച്ചുടച്ചുകൊണ്ട് പള്ളി നിർമ്മിക്കലോ ആരുടെയെങ്കിലും പള്ളി തച്ചുടച്ചുകൊണ്ട് ക്ഷേത്രം നിർമ്മിക്കുന്നതിനെയോ അംഗീകരിക്കുകയല്ല. അതൊന്നും ഒരു പ്രശ്നമില്ല, വികാരം വ്രണപ്പെടുകയില്ലെന്ന അഭിപ്രായം പറയലല്ല മതസൗഹാർദ്ദം എന്ന് പറയുന്നത്. മതസൗഹാർദ്ദം എന്ന് പറയുന്നത് അവർക്ക് പള്ളി നിർമ്മിക്കുവാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുക. എവിടെ? പള്ളിയോ ക്ഷേത്രമോ ഇല്ലാത്ത സ്ഥലത്ത് മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാതെ ക്ഷേത്ര നിർമ്മാണം നടത്തുന്നതിനും അതുപോലെ പള്ളി നിർമ്മിക്കുന്നതിനും ക്രിസ്ത്യാനികളുടെ പള്ളി നിർമ്മിക്കുന്നതിനൊക്കെ നമ്മൾ പരമാവധി സൗകര്യം ചെയ്തു കൊടുക്കുക കഴിയുന്നത് പോലെ എന്നുള്ളതിനാണ് സൗഹാർദ്ദം എന്ന് പറയുന്നത്. നമ്മൾ അവർക്കൊരു ബുദ്ധിമുട്ടാവാതിരിക്കുന്നതിനെയാണ് സൗഹാർദ്ദം എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? ഇത് ഓൾറെഡി പള്ളിയുള്ള ഒരു സ്ഥലത്ത് അത് തച്ചുടച്ചുകൊണ്ട് നിയമം കയ്യിലെടുത്തുകൊണ്ട് അവിടെ രാമജന്മഭൂമിയാണെന്ന് അവകാശപ്പെട്ടു അയോധ്യയിൽ ഒരു ക്ഷേത്രം നിർമ്മിക്കുകയും രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി എന്ന് ഞാൻ പറഞ്ഞത്, ഇപ്പോൾ അതിൻ്റെ മുഖ്യ കവാടം തുറന്നു കൊടുക്കുന്നത് BJPയുടെ നമ്മുടെ പ്രധാനമന്ത്രി മോദിജിയാണ് എന്ന വിഷയമാണ്. അത് രാഷ്ട്രീയ ലാഭത്തിനാണെന്ന് നമുക്കറിയാം. വളരെ ദ്രുതഗതിയിൽ അവിടെ
ക്ഷേത്ര നിർമ്മാണം നടത്തുകയും അവിടെ ഒരു പുതിയ റെയിൽവേ സ്റ്റേഷൻ നിർമ്മിക്കുകയും അവിടത്തേക്ക് പുതിയ ട്രെയിൻ സർവീസ് തുടങ്ങുകയും അങ്ങനെ തുടങ്ങി അയോധ്യയിൽ ഇവർക്ക് വലിയൊരു പ്ലാൻ തന്നെ ഉണ്ടായിരുന്നു. ഇനി ഇത് കാഴ്ചവെച്ചുകൊണ്ടാണ് ഇത് പറഞ്ഞുകൊണ്ടാണ് വോട്ട് പിടിക്കുകയും അടുത്ത ഇലക്ഷനിൽ ജയിക്കുവാനുള്ള തെരഞ്ഞെടുപ്പിൻ്റെ അവരുടെ മുഖ്യ അജണ്ടയായി ഈ രാമജന്മഭൂമി അല്ലെങ്കിൽ അയോധ്യ ക്ഷേത്രത്തെ കൊണ്ടുവരികയും ചെയ്യുന്ന ഈ ഒരു സന്ദർഭത്തിൽ അവിടെ കോൺഗ്രസ് പോലെയുള്ള ഒരു മതേതര രാഷ്ട്രീയ പ്രസ്ഥാനം പങ്കെടുക്കുന്നതിൽ മുസ്ലിമീങ്ങൾക്ക് എന്നല്ല ഇന്ത്യയിലെ ഓരോ മതേതരവാദിക്കും അതിൽ വികാരം വ്രണപ്പെടുമെന്ന വിഷയത്തിൽ യാതൊരു തർക്കവുമില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ നമ്മളൊക്കെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരു തങ്ങളും ഒരു വലിയ പ്രസ്ഥാനത്തിൻ്റെ നേതാവുമൊക്കെയാണ്. പക്ഷേ ഈ ഒരു അഭിപ്രായത്തോട് ഒരിക്കലും യോജിക്കുവാൻ പറ്റില്ല. ഇന്ത്യയിലെ മുസ്ലിമീങ്ങളുടെ മനസ്സിലെ കറയാണ് അന്ന് ഡിസംബർ 6 പൊളിച്ചുപോയ ബാബരി മസ്ജിദ് എന്ന് നമുക്ക് ഏവർക്കും അറിയാം. അതിൽ ഇന്ത്യയിലെ മുസ്ലിമീങ്ങൾക്കൊരു വികാരമുണ്ട്. അത് പൊളിക്കപ്പെടാൻ പാടില്ലായിരുന്നു. അവിടെ തലസ്ഥാനത്തൊരു ക്ഷേത്രം വരാൻ പാടില്ലായിരുന്നു. എന്നാൽ ഇതിനെയൊക്കെ ഇനി നമ്മൾ പോട്ടെ, അതൊക്കെ കഴിഞ്ഞല്ലോ, നമ്മൾ അംഗീകരിക്കാമെന്ന് വെച്ചാൽ തന്നെ ഇതിവിടം കൊണ്ട് അവസാനിക്കുമോ? ഇല്ല. ഇപ്പോൾ ഇതാ മറ്റ് ക്ഷേത്രങ്ങളും കൂടി അവിടെയൊക്കെ മറ്റ് മുസ്ലിം പള്ളികൾ കൂടി പല മുസ്ലിം പള്ളികളെയും അന്ന് ബാബരി പൊളിച്ച സമയത്ത് തന്നെ കാശിയും മറ്റും ബാക്കിയാണെന്ന് അവർ അന്നേ പറഞ്ഞതാണ്. ഇപ്പോൾ ഈ അടുത്ത് നമുക്കറിയാം, വാർത്തകൾ നിറഞ്ഞു നിന്നതാണ്. ഒരുപാട് പള്ളികളുടെ ലിസ്റ്റുകൾ അവിടെ പണ്ട് ക്ഷേത്രങ്ങളായിരുന്നെന്നും മറ്റും പറഞ്ഞുകൊണ്ട് RSS രംഗത്ത് വരുന്നത്. അപ്പം ഇത്തരം സംഭവങ്ങൾ നിർഭാഗ്യവശാൽ ഒരു മതേതര രാഷ്ട്രമായ ഇന്ത്യയിൽ നടക്കുന്നത് അതിനെ ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. മതേതര രാഷ്ട്രീയ പാർട്ടികളായ ആരും തന്നെ ഇത്തരം BJPയുടെ കെണിയിൽ വീണുകൊണ്ട്, നമുക്കറിയാം ഈ വിഷയത്തിൽ പങ്കെടുക്കണമോ പങ്കെടുക്കണ്ടയോ എന്ന് പോലും കോൺഗ്രസ് ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. ഏതോ ഒരു നേതാവ് സോണിയാഗാന്ധിയോ മറ്റോ പങ്കെടുക്കുമെന്ന് പരസ്യ പ്രസ്താവന നടത്തിയെങ്കിലും ഇപ്പോൾ കോൺഗ്രസ് അതിൻ്റെ ഔദ്യോഗികപരമായി അവർക്ക് പോലും ഇത് പറയാൻ ഭയപ്പെടുകയാണ്. കാരണം ഇതൊരു കെണിയാണ്. ഇത് BJP ക്ഷണിക്കലോടുകൂടി ഈ ക്ഷേത്രം ഉദ്ഘാടനത്തിന് വേണ്ടി ക്ഷണിക്കുന്നത് തന്നെ ഒരു വലിയ കെണിയാണെന്ന് കോൺഗ്രസ് മനസ്സിലാക്കി വെച്ചിരിക്കുകയാണ്. കാരണം അവിടെ പങ്കെടുത്തില്ലെങ്കിൽ ഹിന്ദുത്വവാദികൾ ഇവർ ഹിന്ദുക്കൾക്കെതിരാണെന്ന് പരസ്യപ്രചാരണം നടത്തും. പങ്കെടുത്താൽ ഈ BJP ഇതുവരെ ചെയ്തു കൂട്ടിയ RSS ചെയ്തു കൂട്ടിയ വിഷയങ്ങൾക്ക് കോൺഗ്രസ് പച്ചക്കൊടി കാണിക്കുകയാണെന്ന ഒരു നിലപാടും മതേതരവാദികൾ ഉയർത്തിക്കാട്ടും. അപ്പോൾ അവർ തന്നെ ഭയപ്പെട്ടുകൊണ്ട് എന്തു ചെയ്യണമെന്ന് പകച്ചു നിൽക്കുന്ന ഈ ഒരു സന്ദർഭത്തിൽ ഇതൊക്കെ സർവ്വസാധാരണമാണെന്നും ഇന്ത്യയിൽ എത്ര ക്ഷേത്രങ്ങൾ നിർമ്മിക്കപ്പെടുന്നുണ്ടെന്നും അതിനൊക്കെ ആരൊക്കെ പങ്കെടുക്കുന്നത് കൊണ്ടൊന്നും ഞങ്ങൾക്ക് യാതൊരു കുഴപ്പവുമില്ലെന്നും ഈ ബാബരി മസ്ജിദ് പൊളിച്ചുണ്ടാക്കിയ അയോധ്യയിലെ ക്ഷേത്രത്തെക്കുറിച്ച് സമുദായ നേതാവ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ അഭിപ്രായം പറഞ്ഞത് അംഗീകരിക്കാനാവില്ല. അത് തികച്ചും മറ്റു ക്ഷേത്രങ്ങളിൽ നിന്ന് വിഭിന്നമായ ഒരു അഭിപ്രായമാണ് ഈ വിഷയത്തിൽ വേണ്ടതെന്നും ഇത് സമുദായത്തിന് വേദനയുണ്ടാക്കുക തന്നെ ചെയ്യുന്നൊരു വിഷയമാണെന്നും ഊന്നിപ്പറഞ്ഞുകൊണ്ട് തൽക്കാലം വിട. നമുക്ക് വീണ്ടും കാണാം.